എന്താ ചോദിച്ചു? എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു അല്ലേ? നല്ലൊരു ചോദ്യം. നാട്ടുകാരെല്ലാം ഇങ്ങോട്ട് കയറ്റി വിട്ടത്. അല്ല നിങ്ങളുടെ കാര്യം പറയും. എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പൊ എത്ര വർഷമായി? എന്റെ ഒരു കഴിവിനെ ഇങ്ങനെ മുഖത്തൊക്കെ കള്ളം പറയോ? വയ്യേ, കള്ളക്കളിയാണ് നടക്കുന്നത്. നമുക്കിതിൽ പ്രതിഷേധിക്കണം. വെൽക്കം മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മുടെ ഒപ്പം വന്നിരിക്കുന്നത് നിങ്ങളുടെ ചാനൽ മുസ്തഫ. ആശാൻ ഇപ്പം 1 മില്യൺ ഒക്കെ അടിക്കാറായിരിക്കാണ്. അപ്പം എന്നോട് പറഞ്ഞു നമുക്കൊരു ചെറിയൊരു കണ്ടന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂ. ഓക്കെ, എന്തൊക്കെ എഴുതി വെച്ചാൽ എനിക്കറിയാം. അതായത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ശിവയ്ക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതി, എനിക്കുള്ളൊരു 5 ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ എനിക്കുള്ള 5 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജഡ്ജി ഇവിടെ ഇരിപ്പുണ്ട്, ഇക്ലാത്ത്. പുള്ളി UP കാരണം പുള്ളിക്ക് വീഡിയോ വരുന്നില്ല, സീറ്റിന്റെ പരിമിതി കാരണം. ഓക്കെ, അപ്പൊ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഏതായാലും ഞങ്ങളൊരു ഇന്റർവ്യൂ ആണല്ലേ. നിങ്ങൾ കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ലൈക്കും കമന്റ് ഒക്കെ ചെയ്യുക. അപ്പോഴാണ് ഞങ്ങളെ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം. ഓക്കെ, അപ്പൊ കഴിയുന്നല്ലേ. അപ്പം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആരാ ചോദിക്കേണ്ടത്? ജഡ്ജി അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ UP കാരനാണ്. അപ്പൊ പുള്ളിയുടെ ഡിസിഷൻ ഹിന്ദിയിലാണ് ചോദിക്കേണ്ടത് കേട്ടോ. UP കാരൻ. ओके, फर्स्ट क्वेश्चन किसका देने का? उसका देने का, मैं बोलने का मेरा. ओके, शिवा. അപ്പം സീക്രട്ട് ഫോർ വേണ്ടി നമുക്ക് മുസ്തഫ, ന്യൂ മുസ്തഫ. ന്യൂ അല്ല, നുസി മുസ്തഫ. നുസി മുസ്തഫ ചാനലിന്റെ പേരാട്ടാ. ന്യൂ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഇതാക്കാണ്. നുസി മുസ്തഫയാണ് എന്റെ ചാനലിന്റെ പേര്. നുസി മുസ്തഫയ്ക്ക് വേണ്ടി ഫസ്റ്റ് ആയിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിൽക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണേ. എന്റെ കൂടെ ചെയ്തേക്കണം, മറക്കല്. ന്യൂ മുസ്തഫ. അപ്പൊ വേണ്ടി ഞാൻ ഫസ്റ്റ് ചോദ്യം ചോദിക്കുകയാണ്. എനിക്ക് 5 ക്വസ്റ്റ്യൻ. ഇയാൾ എത്ര ക്വസ്റ്റ്യൻ എഴുതി? ഞാൻ 5 എഴുതി. 5. അപ്പൊ ഞാൻ 5. ഓക്കെ, ജഡ്ജി ഇവിടെ ഇട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണേ. ഞാൻ യൂട്യൂബ് തുടങ്ങിയ വർഷം മാസം പറ. വല്ല ഐഡിയ ആണേ പറ. നിങ്ങളിപ്പോ 5 വർഷം പറഞ്ഞിട്ട് ഒരു 5-8 വർഷത്തോളം. വർഷം പറ. വർഷം ഇപ്പൊ അതാന്ന് വെച്ചാല് വർഷമോ മാസമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ഒരു 2019. ഇപ്പൊ വിട്ടരുത്. ആൻസർ 1 ആൻസർ. ഓക്കെ, 2019 month 7 months. പെൻ പിടിച്ചോ, മാർഗടണ്ടേ. 2000 ए बोलते हैं 2019 कितना month 7 2016 ഡിസംബർ 14 എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ എത്ര വർഷമായി? 2016 എന്റെ ചാനൽ. എത്ര വർഷം തുടങ്ങി? ഞാൻ ഉത്തരം 9 വർഷമായി എന്റെ ചാനൽ. അപ്പൊ എനിക്കൊരു പോയിന്റ്. ഓക്കെ, അപ്പൊ മാലുമേ മേരെ കേക്ക് പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. ഞാൻ ചോദിക്കണം അല്ലേ? ഞാൻ യൂട്യൂബ് തുടങ്ങിയ വർഷം. എനിക്കുണ്ട് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞല്ലോ, അത് തുടങ്ങിയൊരു വർഷം. ഗസ് ചെയ്യൂ. 2020. അല്ല അത് പറ്റത്തില്ല. 2020. नहीं बताओ, अभी नहीं बताओ. 21. ഇതിപ്പോ 10 വർഷം എണ്ണിയാ മതില്ല, നമ്മള് കാണുന്നില്ല. അത് പറ്റില്ല. എനിക്കറിയത്തില്ല. എനിക്കറിയില്ല. 2016. 2016. 23. उसका ये आंसर मुस्तफा का क्वेश्चन. 2023. ഒരു വർഷമായിട്ടുള്ളൂ. നമ്മള് ചെറിയൊരു മട്ടത്തിൽ തുടങ്ങിയാണ്. അടുത്ത എന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. സീക്രട്ട് വാറിലേക്ക് നമ്മുടെ ചങ്ക് പിള്ളേരല്ലേ, കട്ട സപ്പോർട്ട് ചെയ്തണം കേട്ടോ. അങ്ങനെയൊക്കെ സപ്പോർട്ടാ. വീഡിയോ ഇനി തുറന്നെല്ലാം വരുന്നുണ്ട്, ഹാക്കിംഗ് വീഡിയോ ആയിട്ട്. ഓക്കെ, അടുത്ത് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്.
ഗസ് ചെയ്ത് പറയാം. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എൻ്റെ മമ്മിക്കറിയാം. മമ്മി അത് അപ്പ സ്റ്റാഡലിൽ മമ്മി പറയും. മുണ്ടും ഷർട്ടോ? യെസ് ഓർ നോ? ഞാൻ പറയുന്നത് നോ. ഓ, രണ്ട് 2 ചാൻസ്. 2 ചാൻസ്. പാന്റും ഷർട്ടോ? ടീഷർട്ടോ? പാന്റും ടീഷർട്ടോ? യെസ്. അതിൽ ഒരെണ്ണം തെറ്റി. ജീൻസ് ആൻഡ് ടീഷർട്ട്. ടീഷർട്ട്. പാന്റ് ഷർട്ട് ഉദ്ദേശിച്ചു. ജീൻസ് അപ്പൊ ആർക്കും പോയില്ല. കിസിക്ക് പോയിന്റ് എനിക്ക് मेरे को दियो. किसी पॉइंट नहीं ओके हाफ पॉइंट एक टी शर्ट ओके हाफ पॉइंट दो उसका हाफ पॉइंट ओके എന്നാ അടുത്ത എന്റെ ചോദ്യം അല്ലേ? ഓക്കെ എന്റെ ക്വസ്റ്റ്യൻ അത്ര ടഫ് ഒന്നുമില്ല, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചാൻസ് നിങ്ങളുടെ സപ്പോർട്ട് ആണ് നമുക്ക്. എനിക്ക് ഇഷ്ടമായിട്ടുള്ള വിനോദം. അല്ല മോഷണോ പിടിച്ചോളല്ലേ പ്രോത്സാഹിപ്പിക്കണ ആളല്ലേ? അല്ലെങ്കിൽ വായ്നോട്ടം. സത്യാവസ്ഥ അതാണ് കേട്ടോ. എനിക്കറിയുന്ന കാര്യം പേഴ്സൺ മേക്കർ ഇഷ്ടമുള്ള വിനോദം ട്രാവലിംഗ്. യെസ്. ഇതിന്റെ വീഡിയോസിൽ കൂടുതലും കാണുന്നുണ്ടാവും എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഞാൻ കാണാറുണ്ട്. സത്യാവസ്ഥ അതല്ല കേസ്. വായ്നോട്ടം പിടിച്ചോട്ടം മോഷണം ഇതാണ് യഥാർത്ഥ വിനോദം. ഞാൻ ഒന്നും കൊണ്ടിട്ട് പറയും. ओके अപ്പൊ എനിക്കൊരു പോയിന്റ് मेरे को एक पॉइंट है उसका हाफ पॉइंट मेरे का फुल पॉइंट है फुल पॉइंट നെക്സ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ എന്റെ ആണ്. എനിക്ക് ഇഷ്ടമുള്ള സോറി എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് അതായത് ഭക്ഷണം मेरे के लिए पसंद खाना है कौन सा खाना है? കപ്പയും കഞ്ഞി. കപ്പ കഞ്ഞി. ആലപ്പുഴക്കാട് കപ്പയും കഞ്ഞിയും. ഒരു ചാൻസും കൂടെ ഉണ്ട്. അല്ല ഒരെണ്ണം ഓക്കെയാണ്. പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ ഒരെണ്ണം അതിൽ ഒരെണ്ണം പോയി. ബിരിയാണി. ഓക്കെ തെറ്റി. കപ്പ ഹാഫ് പോയിന്റ് അല്ല കഞ്ഞിയും പയറും. സോറി സോറി സോറി. കഞ്ഞിയും പയർ ഇവൻ കപ്പ പറഞ്ഞ കപ്പ ചീനി അപ്പൊ उसका हाफ पॉइंट है मेरे का फुल पॉइंट है ഈക്വൽ हो गया. ഓക്കെ കള്ളനാ. അടുത്ത എന്റെ ചാൻസ് അല്ലേ? എനിക്ക് ഒരു രഹസ്യമായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതെന്താ പറയാ? പർവ്വത്തേജ് പറയുന്ന നാട്ടുകാർക്ക് മൊത്തം നിങ്ങൾ ഇവിടെ മോശമാണെന്ന് പറഞ്ഞിട്ടല്ലോ. നിങ്ങൾ ഇവിടെ വരുമ്പോ സ്വന്തമായിട്ടുള്ള കഴിവിനെയും സ്വന്തമായിട്ടുള്ള ഒന്നിനും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. അതായത് വ്യത്യസ്ത ഇതായിട്ടുള്ള എന്റെ ഒരു കഴിവിനെ പറ്റി ഇങ്ങനെ മുഖത്തൊക്കെ കള്ളം പറയോ? എനിക്ക് വയ്യേ. പറയൂ പറയൂ. കലയാണ് ഉദ്ദേശിച്ചത്. കല കഴിവ്. വിനോദം പെടൂല. വിനോദം കഴിവല്ലല്ലോ. അത് കഴിവ് നനയൊന്നുമില്ലല്ലോ അല്ലേ? രഹസ്യമായിട്ടുള്ള ഒരു കഴിവുണ്ട്.
ആണല്ലേ, നോക്കല്ലേ നോക്കല്ലേ. मेरे का 1 पॉइंट, उसका कितना है? 1 पॉइंट, उसका 2 हाँ 1 पॉइंट, 2 हाफ हाफ नहीं, हाँ हाफ हाफ, उसका 1, फिर अभी 1, हाँ नहीं रिप्लाई, हाँ 1 ही है, राइट राइट, हाँ ഇത് കഴിഞ്ഞ ജഡ്ജസിനെ പിടിച്ച് പൂസണ പോലാട്ടാ. അപ്പൊ ഞാൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യനും കൂടി. ഈ എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു അല്ലേ? അതൊരു ചോദ്യം. നാട്ടുകാരെല്ലാം ഇങ്ങോട്ട് കയറ്റി വിട്ടത്. അവിടെ ഉള്ള പറയാ, അവിടുത്തെ സാറിന് പെൺകുട്ടികൾക്ക് നടക്കാൻ പറ്റാത്ത ഗതി കെട്ടിട്ടാണ് നാട്ടുകാരെല്ലാം കൂടെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വിട്ടത്. അത് ചോദ്യമാണ്. അതൊന്നും പറയരുത്. ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ വാക്കിൽ ഉത്തരം പറയുക. നാട്ടുകാരെ തല്ലി പാക്ക് ചെയ്ത് കയറ്റി. നാട്ടുകാരാണ് ടിക്കറ്റ് എടുത്തു പോകുന്നത് ശല്യം സഹിക്കാതെ വന്നത്. ഇപ്പൊ അവിടെ ഉള്ളവർക്കൊക്കെ സമാധാനം സത്യങ്ങളൊന്നും വിളിച്ചു പറയാൻ ഇതിന് ആൻസർ പറയും. ഉണ്ട്, കള്ളാണോ മോത്തന് കള്ളകൃഷ്ണനാണ് ഉണ്ടായിരുന്നോ എന്നാ ചോദിച്ചേ. യെസ്, അതും ചോദിക്കേണ്ടത് 100%. ഇനി ഞാനായിട്ട് കുടുംബം ഉണ്ടാക്കുന്നുണ്ട്, ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ അവർക്കൊക്കെ അറിയാം. ഉണ്ടായിരുന്നു, അത് കല്യാണത്തിന്റെ മുന്നേ, കല്യാണം കഴിച്ച് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് വൈഫ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. പ്രണയം ഉണ്ടായിരുന്നു. അപ്പം ഇനി വീട്ടിലേക്ക് 2 മാസം വീട്ടിലേക്ക് വരുന്നുണ്ട്, ഒന്ന് വേണ്ട രീതി കൈകാര്യം ചെയ്ത് വിട്ടേക്കണേ. കള്ളത്തരങ്ങളെല്ലാം പുറത്ത് വരുന്നുണ്ട്. അങ്ങനെ രഹസ്യമായിട്ടൊന്നും കൊണ്ടെടുക്കില്ല, മനസ്സിലുള്ളതൊക്കെ സ്വന്തമായിട്ട് ഷെയർ ചെയ്യലുണ്ട്. ഇത് വൈഫിന് അറിയാത്ത വൈഫ് അതൊക്കെ ഷെയർ ചെയ്യലുണ്ട്, അതൊന്നും മറച്ചു വെക്കാനുള്ള പരിപാടിയില്ല. അതാണ് ജീവിതത്തിൽ ഇത്ര ഹാപ്പി ആയിട്ട് ഹാപ്പിനെസ് ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാരണം. ഞാൻ കഞ്ഞിടക്ക് ചോദിച്ചേ, കഞ്ഞ എന്നാ 1 മാസം മുന്നേ ചോദിച്ചു, മുസ്തഫ നമ്മൾ ഒരേ വർഷങ്ങളായി നിന്റെ കല്യാണം കഴിഞ്ഞ പറ. ഓ കഴിഞ്ഞടേ, ഇങ്ങനെ തലേന്ന് പറഞ്ഞു. ഓ കഴിഞ്ഞടേ. അപ്പൊ തന്നെ മനസ്സിലായി എന്തോളം ഹാപ്പി ഉണ്ടെന്ന്. അത് എന്താ പ്രശ്നം പറിക്കാതെ പണി തിരക്ക് പിടിച്ച നേരത്തെ ചോദിച്ചാലേ നമ്മളാ മുഖഭാവം കണ്ടിട്ട് നമ്മളെ കല്യാണം കഴിച്ചാൽ നമ്മളെ കല്യാണം കഴിഞ്ഞ എന്തോ നമ്മള് സന്തോഷത്തോടെ കൂടുതൽ
ലൈക്ക് എത്ര വ്യൂസ് അത്രയും കിട്ടി, ലൈക്കും അതിനോട് അടുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടത്തില്ല 30, 15, 20 അങ്ങേയറ്റം എനിക്ക് കിട്ടിയ. എനിക്ക് ഒരെണ്ണം 40K മേളിൽ പോയിട്ടുണ്ട്, അല്ല ഈ 100 മേളിൽ ഒരെണ്ണം പോയിട്ടുണ്ട്. പക്ഷെ പെൺകുട്ടികൾ കിട്ടാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതല്ല നമ്മൾ ഇത് വേറൊരു കുട്ടൻസ് കൂടി. എനിക്ക് തോന്നുന്നു നാട്ടിൽ പോകാനുള്ള ഒരു വൈഫ് വിളിച്ചിരുന്നു വരുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴും ഇങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരമാണെന്ന് എനിക്കൊരു സംശയം. വൈഫ് കട്ട സപ്പോർട്ട് യൂട്യൂബ്. ആശാൻ ഇവിടുന്ന് എഡിറ്റ് ചെയ്യും, വൈഫ് അവിടുന്ന് സപ്പോർട്ട് ചെയ്യും. പാർട്ണർഷിപ്പ് നമുക്ക് അതൊന്നുമില്ല. നമ്മളിവിടെ ഉള്ള ജോലിയും ചെയ്യണം, അതിന്റെ പുറകെ പാരയപ്പ് വേറെ സൈഡ്, പുറയുന്ന പാരയപ്പ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളെ യൂട്യൂബും കൂടെ ഈ ഇത്രയും മാനേജ് ചെയ്ത് നമ്മൾ പോകുന്നത് കാണൂലേ? നമ്മളെ കൊറേ കാണൂലേ? ടാസ്ക് പുള്ളിക്കാരത്തി കാണൂലേ? എല്ലാം കാണുന്നുണ്ട് വീട്ടില്. ചുമ്മാ പറയണേ കേട്ടോ, അതിന് ഒന്നും പറയുന്നു വേണ്ട. പിന്നെ അപ്പം നമ്മുടെ ജഡ്ജി നമ്മുടെ ഇക്ലാത്താണ്. അതാണ് നമ്മുടെ ജഡ്ജി. എന്റെ കൂടെ ഒരു 8 വർഷമായിട്ട് എനിക്ക് ഇവനെ അറിയാം. UP കാരനാട്ടാ, സൂപ്പർ. ഇവന്റെ പ്രത്യേകത നമ്മളെ ചതിക്കുത്ത അങ്ങനെ പരിപാടിയൊന്നുമില്ല. പാരപ്പം കാര്യങ്ങളും पूरा कट्टा का सपोर्ट है. क्या बोला मालूम, अभी 8 साल हो गया. 8 सालों में हम लोग ज़्यादा फ्रेंडशिप हो गया, फिर हम लोग ज़्यादा सपोर्ट कर रहे हैं. बस यू मैं माय बेस्ट फ्रेंड. सत्य. അപ്പം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യാം അപ്പുറത്തെ നമ്മൾ നിങ്ങളെ സപ്പോർട്ട്. ഞാൻ പറയല്ലേ, ഹാക്കിംഗ് നമ്മുടെ മെയിൻ സാധനം ഹാക്കിംഗ്, വാട്സപ്പ് ഹാക്കിംഗ്, ഫേസ്ബുക്ക് ഹാക്കിംഗ്, ഇതൊക്കെയാണ് അറിയാലോ. കുറെ ഞാൻ എന്റെ പഴയ വീഡിയോസ് എടുത്തൊക്കെ കാണാം. ഇപ്പൊ ആ ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ല. വീണ്ടും നമ്മൾ നോക്കാം ഇത്രയും വീഡിയോ ഒക്കെ കിട്ടും. ഞാൻ നമ്മളെ അറിയാലോ, നമ്മള് കറക്റ്റായ വീഡിയോസ് അല്ല. ഞാൻ നേരത്തെ പറയുന്നത് യൂട്യൂബിലെ കാണുന്ന ഉടായ്പ വീഡിയോ, അതാ ഞാൻ കഴിഞ്ഞിടക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, വൈഫൈ ഹാക്കിങ്ങിനെ കുറിച്ച് വീഡിയോ ഇട്ട്. ഒരിക്കലും ഉടായ്പ വീഡിയോസ് ഇടല്ല, കറക്റ്റായ കാര്യങ്ങളാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ആറാംസെ തോടണേ. അപ്പം പറഞ്ഞു വല്ലതും പറയണ്ടോ? അല്ല കഴിഞ്ഞു നിങ്ങളുടെ കാര്യം ഒന്നും പറയാനില്ല. ഇല്ല, എൻ്റെ ആദ്യം പറഞ്ഞില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മള് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചിന്ന ബൈ.